ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഈദ് ദിവസം നമ്മളൊരു യാത്ര പോയതിൻ്റെ ഒരു ചെറിയ വിശേഷമാണ്. അതിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഒന്നും അങ്ങനെ പ്ലാൻഡ് ആയിരിക്കത്തില്ല, എല്ലാം അൺപ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ അതുപോലൊരു യാത്രയായിരുന്നു ഇതും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരും സാറ്റർഡേ ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര പോകാമെന്ന് തീരുമാനിച്ചതാണ്. ഇവിടെ ഈദിൻ്റെ ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഫ്രൈഡേ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടി ശനിയാഴ്ച രാവിലെ ബാക്ക് പാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നേരെ നമ്മൾ വന്നത് മുർബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ അച്ഛൻ്റെ ആണെങ്കിൽ നേരത്തെ വർക്ക് ചെയ്തൊരു കമ്പനിയിലെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനെ കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴി പോകുമ്പോൾ അവരെയും കണ്ടേച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും നമ്മൾ രാവിലെയാണ് വിളിച്ച് കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവർ മുസ്ലിംസാണ്. അപ്പം നമുക്ക് ലഞ്ചിനുള്ള കാര്യം ഇവർ ഒരുക്കിയായിരുന്നു. കാരണം ഈദിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അവർ ലഞ്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയായിരുന്നു. ഇവിടെ മാങ്ങയും ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിതൊക്കെ തന്നു കിട്ടി. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഈ ഏരിയ മുഴുവൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ വന്നത് മുർബാദിൽ തന്നെ നമ്മുടെ ജിബിച്ചാൻ്റെ ഒരു കമ്പനിയുണ്ട്. ജിബിച്ചാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇത് സ്വന്തം കമ്പനിയാണ്. ഇത് പെട്രോളിൻ്റെ ടാങ്ക് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പം രാവിലെ തന്നെ ജിബിച്ചാനും ഫാമിലിയും വന്നായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പം ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. പിന്നെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്ലാനിങ് ഒന്നും അങ്ങനെ ഒരു ദിവസത്തെ പ്ലാനിങ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് യാത്രയിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നാസിക്കിലോട്ടാണ് ഇനി യാത്ര തുടങ്ങിയത്. അതായത് നാസിക്കിലെ മുന്തിരിത്തോട്ടമൊക്കെ കാണാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. നാസിക്കിലോട്ടുള്ള റൂട്ടിൽ 2-3 ടണൽസ് ഉണ്ട്. അപ്പം നമ്മളതൊക്കെ കവർ ചെയ്താണ് കയറി പോകുന്നത്. നല്ല ലോങ് ലെന്തായിട്ടുള്ളൊരു ടണലും ഉണ്ട്. സമൃദ്ധി എന്നാണ് തോന്നുന്നു ആ ടണലിൻ്റെ പേര്. ഞാൻ മറന്നുപോയി. ഓരോന്നും കയറുന്ന വഴിക്ക് ഓരോ ടണലിൻ്റെയും പേര് ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ പിന്നീട് മറന്നുപോയി. ഞാൻ കിച്ചൂസാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് ഉള്ളൊരു രംഗമാണ്. അന്വേഷി കിടന്നുറങ്ങുന്നു. മൂന്നൂസാണെങ്കിൽ നമ്മുടെ ജിബിച്ചാൻ്റെ വണ്ടിയിലാണ്. മോന് അപ്പൂസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് അവൻ്റെ കൂടാണ് രണ്ടുപേരും കൂടെ നല്ല കൂട്ടാണ്. അവൻ്റെ കൂടാണ് ഇരിക്കുന്നത്. നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര മണിക്ക് ചെല്ലുമെന്നൊന്നും അറിയത്തില്ല. കാരണം 1 ഉച്ചയായി നമ്മൾ ഇറങ്ങിയപ്പം. അപ്പം ഒരു 5-6 മണിക്കൂറത്തെ ഒരു ട്രാവൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ യാത്രയുടെ ഇടയ്ക്ക് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സത്യസായി ടെമ്പിൾ ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. ഓരോ ഗ്യാങ്ങായിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് നടന്ന്. നമ്മൾ ഈ ശബരിമലയ്ക്കും പരുമലയിലും പിന്നെ മഞ്ഞിനിക്കരയൊക്കെ പോകത്തില്ല, അതുപോലെ തന്നെ ഇവരും നടപാതയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ ഓരോ ഗ്യാങ്ങായിട്ട് നമ്മൾ പലയിടങ്ങളിലും കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാൻ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നാസിക്കിലെത്തി. പിന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് നമുക്ക് നോക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. നമ്മുടെ യാത്ര അൺപ്ലാൻഡ് ആയിരുന്നല്ലോ. അപ്പോൾ പലയിടങ്ങളിലും നമ്മൾ നോക്കിയപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ എല്ലാം ബുക്ക്ഡായിരുന്നു. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈദ് ദിവസമായിരുന്നു. എല്ലാം വെക്കേഷൻ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ബുക്ക്ഡായിരുന്നുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് സമയം 7 മണിയായപ്പോൾ അപ്പം നമുക്കൊരു ഹോട്ടൽ കിട്ടി. IPS എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളിന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. നാനും ബിരിയാണി വേണ്ടിയവർക്ക് ബിരിയാണി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മുടെ അന്നേഴ്സിന് ഒരു ഐസ്ക്രീമൊക്കെ എടുത്ത് ഐസ്ക്രീമും കഴിച്ച്. അവർക്ക് മസ്റ്റാണ് ഐസ്ക്രീം കണ്ടാൽ. അടുത്ത വീഡിയോയിൽ നമ്മൾ വൈൻയാർഡിലൊക്കെ പോകുന്നതാണ്. അപ്പം ടേക്ക് കെയർ, ബൈ.